അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ത്വലാഖ് ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകൾ പരത്താൻ ഇസ്ലാമിനെതിരെയുള്ള വിമർശകർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. വിമർശകർ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഭാര്യയെ എപ്പോൾ വേണമെങ്കിലും 3 വട്ടം മൊഴി ചൊല്ലി തെരുവിലേക്ക് ഇറക്കിവിടാൻ പുരുഷന് ഇസ്ലാം നൽകിയ ലൈസൻസ് അല്ലേ ത്വലാഖ്? നിസ്സാര കാരണങ്ങൾക്ക് പോലും കുടുംബം തകർക്കാൻ മതം കൂട്ടുനിൽക്കുകയാണോ? എന്നാൽ ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണ് ത്വലാഖിനെ കുറിച്ച് പറയുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇസ്ലാമിനെതിരെയുള്ള വിമർശകർക്ക് നമുക്ക് ബുദ്ധിപരമായ ഒരു മറുപടി നൽകാം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകുന്നു. അത് പഴുത്ത് വ്രണമായി മാറുകയും ആ പഴുപ്പ് ശരീരമാകെ പടർന്ന് ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ ഒരു ഡോക്ടർ എന്താണ് നിർദ്ദേശിക്കുക? ആ അവയവം തന്നെ മുറിച്ചു മാറ്റുക എന്നതാണ്. എന്നാൽ അത് ആ മനുഷ്യനോടുള്ള ക്രൂരതയല്ല, മറിച്ച് അവൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള കാരുണ്യമാണ്. ത്വലാഖും കൃത്യമായി പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ദാമ്പത്യം എന്നത് പരസ്പര സ്നേഹത്തിൽ നിലനിൽക്കേണ്ടതാണ്. എന്നാൽ സ്നേഹം നശിച്ച് പരസ്പരം പോരടിച്ച് ശ്വാസം മുട്ടി ജീവിക്കേണ്ടി വന്നാൽ അവിടെ ഒരു വലിയ പഴുപ്പ് ഉണ്ടായിരിക്കുന്നു. വിഷലിപ്തമായ ഒരു ബന്ധത്തിൽ കെട്ടിയിട്ട് നരകിപ്പിക്കുന്നതിനേക്കാൾ വലിയ ക്രൂരത വേറെയുണ്ടോ? അവിടെയാണ് ഇസ്ലാം മാന്യമായ വേർപിരിയൽ അഥവാ ത്വലാഖ് എന്ന പ്രായോഗിക പരിഹാരം നൽകുന്നത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ത്വലാഖ് എന്നാൽ ദേഷ്യം വരുമ്പോൾ ത്വലാഖ് എന്ന് 3 തവണ ഒന്നിച്ചു പറയുന്ന ഏർപ്പാടാണെന്നാണ്. എന്നാൽ ഇസ്ലാം ഇതിനെ ശക്തമായി എതിർക്കുന്നു. വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 229 ആയത്തിൽ അള്ളാഹു അതിന് കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത്വലാഖു മർറതാനി ഫഇംസാകുൻ ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. വിവാഹമോചനം തിരിച്ചു വിളിക്കാൻ അനുമതിയുള്ളത് 2 പ്രാവശ്യമാകുന്നു. പിന്നീട് ഒന്നെങ്കിൽ മര്യാദയനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ നല്ല നിലയിൽ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത്. ഉപദേശം, കിടപ്പറയിലെ അകൽച്ച, കുടുംബങ്ങളുടെ മധ്യസ്ഥത എന്നീ ഘട്ടങ്ങളെല്ലാം പരാജയപ്പെട്ടാൽ മാത്രമാണ് അവസാനത്തെ മരുന്നായി 1ാമത്തെ ത്വലാഖ് ചൊല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നത്. അതും ചൊല്ലിയ ഉടനെ ഭാര്യയെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ പാടില്ല. 3 മാസം അഥവാ ഇദ്ദ അവൾ അതേ വീട്ടിൽ ഭർത്താവിൻ്റെ സംരക്ഷണയിൽ തന്നെ കഴിയേണ്ടതുണ്ട്. പിന്നീട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അഴിച്ചുവിടുന്ന മറ്റൊരു വിമർശനമാണ് ത്വലാഖ് പുരുഷന് മാത്രം ഉള്ളതാണ്. എന്നാൽ ഇത് വെറും പച്ചക്കള്ളമാണ്. കാരണം ഈ കാലത്ത് പല കാര്യങ്ങളും പല നിയമങ്ങളും സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് വിവാഹമോചനത്തിനുള്ള അവകാശം നൽകി. അതിനെ ഖുൽഅ എന്ന് വിളിക്കുന്നു. ഇതിന് ആസ്പദമായ ഒരു സംഭവം നബിതങ്ങളുടെ കാലത്തുണ്ടായി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ഭാര്യ ജമീല ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഒരു പരാതി പറഞ്ഞു. പ്രവാചകരെ, എൻ്റെ ഭർത്താവായ സാബിത്തിൻ്റെ സ്വഭാവത്തിലോ മതനിഷ്ഠയിലോ എനിക്ക് യാതൊരു പരാതിയുമില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ജീവിക്കുന്നത് എനിക്ക് മാനസികമായി പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം നിനക്ക് മഹറായി നൽകിയ തോട്ടം നീ തിരിച്ചു നൽകുമോ? ഉടനെ ആ സ്ത്രീ സമ്മതം മൂളി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ആ തോട്ടം വാങ്ങിയിട്ട് ആ സ്ത്രീയെ ത്വലാഖ് ചൊല്ലാൻ കൽപ്പിച്ചു. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ വരുന്ന ഹദീസാണ്. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒരു കാര്യം, ആ ഭർത്താവ് ആ സ്ത്രീയെ ഉപദ്രവിച്ചിട്ടില്ല. എന്നിട്ടും അവൾക്ക് ആ ബന്ധത്തിൽ സമാധാനം ലഭിക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ആ സ്ത്രീക്ക് വിവാഹമോചനം നേടിക്കൊടുത്തു പരിശുദ്ധമായ ഇസ്ലാം. അവസാനമായി ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ത്വലാഖ് അനുവദനീയമാണെങ്കിലും അത് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമേ അല്ല. കാരണം ആദരവായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്ഗദുൽ ഹലാലി ഇലല്ലാഹി തആല അത്വലാഖ്. അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പും കോപവുമുള്ള കാര്യം അത് ത്വലാഖാണ്.
ഇത് സുനനു അബൂദാവൂദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വിവാഹമോചനം എന്നത് ഒരു ആഘോഷമല്ല, അതൊരു അവസാനത്തെ അനിവാര്യത മാത്രമാണ്. ഇസ്ലാമിക നിയമപ്രകാരം ദാമ്പത്യം എന്നത് വളരെ പവിത്രമായ ഒരു ബന്ധമാണ്. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത, തികച്ചും ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട അവസാനത്തെ പോംവഴിയായിട്ടാണ് ത്വലാഖിനെ ഇസ്ലാം കണക്കാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ദാമ്പത്യ ബന്ധം പൂർണ്ണമായും തകരുമ്പോൾ ഇരുവർക്കും പുതിയൊരു ജീവിതം തുടങ്ങാൻ അവസരമൊരുക്കുന്ന ഒരു നിയമപരമായ വഴിയാണ് ത്വലാഖ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ എന്താണെന്ന് മനസ്സിലാക്കി ശരിയായ നിലയിൽ ഇസ്ലാമിൻ്റെ വിമർശകർക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന നിലയിൽ മറുപടി കൊടുക്കാൻ നാഥനായ റബ്ബ് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.